ടാസ്ക് 1 ഡിസ്കഷൻസ് പലപ്പോഴും പലർക്കും ആ ക്വസ്റ്റ്യൻസ് പലപ്പോഴും കുറേ കാൻഡിഡേറ്റ്സ് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു എന്ന് പറയാറുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേനും ഇത് മാപ്പാണോ, ഇതൊരു ഡയഗ്രാം ആണോ, അതോ ഏത് തരത്തിലുള്ള ചാർട്ടാണിത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇന്ന് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. So I welcome all of you to this live session streaming from Tiju's Academy. This is Swapna, one of the IELTS trainers here, and good morning and welcome to all of you to this live session once again. So നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ we are going to unlock certain confusions lying around certain questions in writing task 1, IELTS writing task 1. അതിലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കിന്ന് ഡീൽ ചെയ്യാം. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, യെസ്. സോ ഞാൻ പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടാസ്ക് 1 വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ ഈവൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഡീൽ ചെയ്യും, ചിലപ്പോൾ മനസ്സിലാകും നമുക്ക്, അല്ലേ? ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതെന്താണ് അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം, അങ്ങനെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മളുടെ മെറ്റീരിയൽസിൽ കാണാറുണ്ട്, നമ്മുടെ കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽസിൽ കാണാറുണ്ട്. അത്തരത്തിലൊന്ന് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതൊരു മാപ്പാണോ, ഇതൊരു ഡയഗ്രാം ആണോ? ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. The diagram below gives the information about the Hawaiian island chain in the center of the Pacific Ocean. Write a report for a university lecturer describing the information shown. So ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ആ ഡയഗ്രാം ഒന്ന് കാണിക്കാം. I hope you must have seen this particular diagram in one of the Cambridge materials. ഇതൊരു കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയലിൽ വന്നിട്ടുള്ള അപ്പിയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിവിടെ കൺഫ്യൂസിങ്, ദോ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സേസ് ഇറ്റ്സ് എ ഡയഗ്രാം, many students get confused due to the navigation symbol which is shown in the center of this chart. അപ്പോൾ ഇവിടെ ഒരു നാവിഗേഷൻ സിമ്പിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് ഡയഗ്രാമിൻ്റെ ഭാഗമല്ലല്ലോ എന്ന് പലരും ചിന്തിച്ചേക്കാം. ഡയഗ്രാമിൻ്റെ ഭാഗമല്ല. നിങ്ങളുടെ കൺക്ലൂഷൻ വളരെ ശരിയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് റിയലി ട്രൂ. ദിസ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് എ ഡയഗ്രാം. It's a feature of a map. But you should take it in this sense that this is a feature of a map that is connected to a diagram. അങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതൊരു ഡയഗ്രാം തന്നെയാണ്. ഈ ഡയഗ്രാമിനകത്ത് മാപ്പിൻ്റെ ഒരു ഫീച്ചറായ ഡയറക്ഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നോർത്ത് എന്ന് പറഞ്ഞ രീതിയിൽ നാവിഗേഷൻ സിമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നൗ ഇനി എന്താണ് നമുക്ക് നോക്കണ്ടേ? ഒരുപാട് ഇൻഫർമേഷൻ അടുത്തൊരു ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ മാറ്റി നിർത്തി. ഓക്കെ, ഇതൊരു ഡയഗ്രാമാണ്. ഇത് സിമ്പിൾ ഡയറക്ഷൻസ് യൂസ് ചെയ്ത് തന്നെയായിരിക്കണം നിങ്ങൾ ഈ ഡയഗ്രാമിനകത്തെ മെയിൻ ഫീച്ചേഴ്സ് പറയേണ്ടത്. ഇനി രണ്ടാമത് എന്താണ്, ഈ ഒരു ഡയഗ്രാം അതിൽ എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റാർട്ട് കൊടുക്കേണ്ടത്, അല്ലേ? യൂഷ്വലി ഫ്ലോ ചാർട്ടും ഡയഗ്രാമും ഒക്കെ വരുമ്പോഴത്തേനും നമുക്കറിയാം എവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രോസസ്സ് ആയിരിക്കാം. പക്ഷേ ഇവിടെ കാണുമ്പോഴത്തേനും നമുക്കൊന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ദോ ദെർ ആർ സെവറൽ സിഗ്നൽസ് ഓർ ദെർ ആർ ഡിഫറെൻറ്റ് തിങ്സ് ഗിവൻ ഇൻ ദിസ് ചാർട്ട് റിഗാർഡിങ് വാട്ട് റെപ്രസെൻറ്റ്സ് വാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡയഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതെവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് കൺഫ്യൂഷൻ.
താഴെ നിന്ന് മേളിലോട്ടാണോ, മേളിൽ നിന്ന് താഴോട്ടാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ടാവും. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഡയഗ്രാമിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ. ദിസ് ഈസ് അബൌട്ട് ഹവായൻ ഐലൻഡ് ചെയിൻ. ഹവായൻ ഐലൻഡ് ചെയിൻ. സോ ഈ ഹവായൻ ഐലൻഡ് ചെയിനിൽ നമ്മൾ പറയേണ്ട മെയിൻ കാര്യം എന്താണ്? ഇവിടെ ഇറപ്റ്റ് ചെയ്യുന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുമ്പോൾ ആ ഒരു ടെക്ടോണിക് പ്ലേറ്റ് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും പസഫിക് ടെക്ടോണിക് പ്ലേറ്റ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പസഫിക് ടെക്ടോണിക് പ്ലേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡ്യൂ ടു ദ ന്യൂമറസ് വോൾക്കാനിക് ഇറപ്ഷൻ. So that is what our question speaks about. Let's go back to the question once again. The diagram gives below gives the information about the Hawaiian island chain in the center of Pacific Ocean. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഹവായൻ ഐലൻഡ് ചെയിനിനെ കുറിച്ചുള്ള എന്തോ ആണ്. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ പസഫിക് ഓഷൻ, ഇറ്റ് ഈസ് ദെയർ ഇൻ ദ സെൻറ്റർ ഓഫ് ദ പസഫിക് ഓഷൻ. ബട്ട് സീ വാട്ട് വി ആക്ച്വലി ഹാവ് ടു റൈറ്റ് ഇസ് അബൌട്ട് how the Pacific tectonic plate is affected by the Hawaiian island chain. എന്താണ് ഈ ഐലൻഡ് ചെയിൻ ഉദ്ദേശിക്കുന്നത്? ഓരോ വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ഈ ഡയഗ്രാമിൽ ഒരു ടെക്ടോണിക് പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലാൻഡ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ഒരു പീസ് ഓഫ് ലാൻഡ് ആണ് കാണിക്കുന്നത്. പീസ് ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് ആണ്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയൊരു ഇതല്ല, ഇറ്റ്സ് എ മാസീവ് തിങ്. അതായത് ഒരു വലിയൊരു ഭൂഖണ്ഡം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും ഏരിയ കവർ ചെയ്യുന്നതാണ് ടെക്ടോണിക് പ്ലേറ്റ്, ഒരു കോണ്ടിനെൻ്റ് അല്ലേ. അങ്ങനെ ഒരു വാസ്റ്റ് ഏരിയ ആണ് ടെക്ടോണിക് പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ദി ഓഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പസഫിക്കിൻ്റെ ഒരു ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുമ്പം അത്രയും മാസീവ് ഏരിയ അതിലുണ്ടെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പീസ് ഓഫ് ലാൻഡ്, ഇറ്റ്സ് എ മാസീവ് ലാൻഡ്. ഓക്കെ, ലാൻഡ് ഏരിയ കവേർഡ്. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? നിങ്ങൾ ഇവിടെ 3 സെൻറ്റർ, ആ പസഫിക് ഓഷൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാം 3 മൗണ്ടൻ പോലെ എന്തോ കാണിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ അതിൻ്റെ ഒരു സദേൺ എൻഡിൽ ഇങ്ങേ ബോട്ടം സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നത് അവിടെ ഒരു അതുപോലെ തന്നെ ഒരു ഷേപ്പിൽ ഒരു വോൾക്കാനിക് മൗണ്ടനും കൂടെ ഇറപ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അവിടെ കുറേ വേവ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ, അതാണ് സീ വേവ്സ് ആണ്. സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഓഷൻ. ആൻഡ് ജസ്റ്റ് അത് പസഫിക് ഓഷൻ ആണെന്നുള്ള ഓൾറെഡി നമ്മളുടെ ആ ഒരു ഡയഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹവായൻ ഐലൻഡ് ചെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ മൗണ്ടൻ ആ ചെയിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വൺ ആഫ്റ്റർ ദി അതർ. ഓക്കെ, അങ്ങനെ 4ാമത് ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട്. 3 ഓൾറെഡി ആ പസഫിക് ഓഷനിൽ തന്നെ ഉണ്ട്. And then you can also see there is an oldest volcano which dates back to 80 million years. അപ്പം ഈ 3 ഇങ്ങേ നോർത്ത് എൻഡിൽ നിൽക്കുന്ന ആ വോൾക്കാനിക് മൗണ്ടൻ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഓർ വാട്ട് വി കോംപ്രിഹെൻഡ് ഫ്രം ദ what we comprehend from this particular chain എന്ന് ഉദ്ദേശിക്കുന്നത് there is one, the first one, the second one, the third one and the fourth one is just erupting. So ഇവിടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് 80 മില്യൺ ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് 2, 3, 4 4ാമത്തെ എണ്ണം ഉണ്ടായി വരുന്നു. സോ അത് പസഫിക് പ്ലേറ്റ്. അപ്പം പസഫിക് ഓഷൻ്റെ താഴെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ലെയർ അല്ലേ, 3 ലെയറായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ലെയർ, അതായത് ഒരു ആരോ മാർക്ക് പോകുന്നുണ്ട്, നമ്മൾ വെസ്റ്റ് ഡയറക്ഷനിലോട്ട് ഒരു ആരോ മാർക്ക് പോകുന്നതായിട്ട് കാണാം ഇല്ലേ. അതുകൊണ്ട് ആ ഒരു ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പസഫിക് പ്ലേറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് പറയും? The volcanic mountains
stands at the Pacific plate. അല്ലേ? ഈ 4 പസഫിക് പ്ലേറ്റിലാണ് നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അല്ലേ? സോ ആരോ മാർക്സിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ് ആ ഡയഗ്രാം എന്നുള്ളത്. നമ്മൾ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മീനിങ് വൈസ് എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് നമ്മളൊന്നും കൂടെ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഏറ്റവും താഴത്തെ ലെയർ, അതായത് ആ നമ്മൾ ആദ്യം കാണുന്നൊരു വൈറ്റ് ലെയർ ആണ്, ടോപ്പ് ലെയർ വൈറ്റ് ആണ്, അത് ഓൾറെഡി പസഫിക് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ടോപ്പ് ലെയർ വൈറ്റ് ആണെന്നൊന്നും നമ്മൾ എഴുതരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും പല ആൾക്കാരും പല കാൻഡിഡേറ്റ്സും ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെയൊന്നും വേണ്ട. ടോപ്പ് മോസ്റ്റ് ലെയർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളർ എന്ന് പറയുന്നത് ഇവിടെ. അങ്ങനെയൊന്നും നമ്മൾ എഴുതണ്ട. ആ വൈറ്റിഷ് കളറിൽ, വൈറ്റിഷ് ഓ ഗ്രേയിഷ് കളറിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് അത് പസഫിക് ഓഷനാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് കുറച്ചും കൂടെ ഗ്രേയിഷ് കളർ, അതായത് പസഫിക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീ ബെഡ് അല്ലെങ്കിൽ ആ ഓഷ്യൻ്റെ ബെഡായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ മേളിലാണ് വെള്ളം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പസഫിക് പ്ലേറ്റ് ആണ്. ആൻഡ് ദെൻ ദ ബോട്ടം, at the bottom we have the solid dense rock. Okay, solid ആയിട്ടുള്ള dense rock ആണ് നമ്മൾ കാണുന്നത്. ഈ 3 ലെയർ നമ്മളുടെ മനസ്സിൽ വെക്കുക. അല്ലേ? ഇനി നമ്മൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ ഒരു വോൾക്കാനോ, പുതിയൊരു മൗണ്ടൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സദേൺ എൻഡിൽ, അതായത് ആ ഡയഗ്രാം, ആ പീസ്, ഒരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഇങ്ങേ ബോട്ടം എൻഡിൽ പസഫിക് പ്ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈഡിൽ നിങ്ങൾക്കൊരു ക്രാക്ക് കാണാൻ സാധിക്കും. ആ ക്രാക്കിൻ്റെ താഴെ, ഏറ്റവും താഴെയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഈ ഇങ്ങേ എൻഡിലെ കാര്യങ്ങളാണ് പറയേണ്ടത്. സോ ദാറ്റ് ഈസ് ഇറപ്ഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ മേളിന് താഴോട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആ ക്രാക്കിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും കൂടെ പറയണം. അല്ലേ? സോ ഇവിടെ പറയുന്നത് ഇറപ്ഷൻ പ്രോസസ് ബിഗിൻസ് ഹിയർ, ഒറിജിനേറ്റിംഗ് 2883 കിലോമീറ്റേഴ്സ് ഡൗൺ. അതായത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ഇറപ്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ? എങ്ങനെയാണ് ഈ ഇറപ്ഷൻ പ്രോസസ്സ് ഉണ്ടായത്? മൾട്ടിപ്പിൾ മാസീവ് ഇറപ്ഷൻസ് കൊണ്ട് ടെക്ടോണിക് പ്ലേറ്റിലുണ്ടായ ഇമ്പാക്റ്റാണിത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയഗ്രാമിൽ ഒരു വോൾക്കാനോ നടക്കുമ്പോഴത്തേനും ഒബ്വിയസ്ലി ഭയങ്കരമായിട്ടുള്ള ഇറപ്ഷൻസ് ഉണ്ടാവും. ഇറപ്ഷൻ നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു സ്ഥലത്ത്. അല്ലേ? വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു ഇറപ്റ്റ്. ഓക്കെ, അങ്ങനെ ആൻഡ് ഇറ്റ് ഈസ് മാസീവ് എക്സ്പ്ലോഷൻ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ട്രെമേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലേ? ഇറ്റ് ഈസ് സോ ലാർജ്, ഇറ്റ് ഈസ് സോ ഹ്യൂജ് ആൻഡ് ഇറ്റ് ഈസ് മാസീവ്. അങ്ങനത്തെ 3 ആ ടെക്ടോണിക് പ്ലേറ്റിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം മാസീവ് ആയിരിക്കും ആ ഓരോ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്നും. 3 ഒരെണ്ണം തന്നെ ഇത്രയും മാസീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ 3 നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഓക്കെ, അതുകൊണ്ടുണ്ടായ ക്രാക്കാണ് ആ ഒരു പസഫിക് പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്താണ് ഈ 4ാമത്തെ ഒരു ഇറപ്ഷനോടെ, ഇറപ്ഷൻ പ്രോസസ്സ് അല്ല, 4ാമത്തെ, യെസ്, ജസ്റ്റ് ഡ്യൂ ടു ദാറ്റ് ഇറപ്ഷൻ പ്രോസസ് വി ക്യാൻ സീ, due to the impact of the eruptions from these 3 oldest volcanic mountains, we can see a crack which has happened in this Pacific tectonic plate. Okay, and we can see as a result there is a new mountain erupting from the Pacific plate. Okay, below what can you see in that crack? So this eruption process begins from
2883 kilometers down. ഏറ്റവും താഴെ ആ ഡെൻസ് റോക്ക് എന്ന് പറയുന്നത്, അതായത് പസഫിക് ഓഷൻ്റെ ടോപ്പ് ലെയർ തൊട്ട് ഏറ്റവും താഴെ നമ്മളുടെ ആ ഒരു ഡെൻസ് റോക്ക് നിൽക്കുന്ന ആ ഒരു ലെയർ വരുമ്പോൾ ഇറ്റ് ഈസ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇറ്റ് ഈസ് 2883 കിലോമീറ്റേഴ്സ്. അത്ര വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ബോട്ടം സൈഡും കവർ ചെയ്തിരിക്കുന്നത്. സോ അവിടെയാണ് നമ്മളുടെ ഇറപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഈ ഭൂമി കുലുങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ട്രെമേഴ്സ് കൊണ്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രയും താഴെ വരെ ചെന്നിരിക്കുകയാണ്. ആൻഡ് ഫ്രം ദെയർ ദ ഇറപ്ഷൻ പ്രോസസ് സ്റ്റാർട്ട്സ്. ഇറ്റ് ബിഗിൻസ് ഫ്രം ദെയർ. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ സീ ദ സെക്കൻഡ് ലെയർ. ആ ഒരു ലെയർ കഴിഞ്ഞാൽ അടുത്ത ലെയറിലേക്ക് നമ്മൾ കയറുകയാണ്. വേർ യു ക്യാൻ സീ ദ ഹോട്ട് സ്പോട്ട് സ്പ്യൂം remain static. Okay, then you can see the magma spume. Okay, ഈ രണ്ട് ലെയറുകളാണ് നിൽക്കുന്നത്. സോ ഇനി എന്താണ്, we can see the fourth one just above the Pacific plate or just on the in the center of the ocean itself. We can see the youngest volcano develops, built up by numerous eruptions. അപ്പോൾ പലതരത്തിൽ ആ ഇറപ്ഷൻ നടന്നതുകൊണ്ട്, പല രീതിയിൽ ഇറപ്റ്റ് ചെയ്തിങ്ങനെ നിന്നതുകൊണ്ട്, വാട്ട് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഇസ് ദാറ്റ് യു ക്യാൻ സീ ഡ്യൂ ടു ദാറ്റ് ന്യൂമറസ് ഇറപ്ഷൻസ് വി ക്യാൻ സീ എ ന്യൂ വോൾക്കാനോ വിച്ച് ഈസ് ഡെവലപ്പിംഗ്. സോ അതുകൊണ്ടാണ് യങ്ങസ്റ്റ് വോൾക്കാനോ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്? ഇനി ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മളിത് പറഞ്ഞപ്പോൾ ഓരോന്നിനും ഡയറക്ഷൻസ് പറഞ്ഞു ഇല്ലേ? യെസ്. സോ ഇനി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണ് ഈ ആരോ മാർക്സ്? എന്താണ് ഈ ആരോ മാർക്സ്? ഇതെന്തിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? അതാരെങ്കിലും ശ്രദ്ധിച്ചോ? യെസ്, നമ്മൾ ഈ ആരോ മാർക്സ് പറയുമ്പോഴത്തേനും നിങ്ങൾ താഴെ കാണാം ഡയറക്ഷൻ. അവിടെ ആരോ മാർക്കിൻ്റെ എവിടെയും നമുക്ക് എന്താണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് ഷിഫ്റ്റ് ഓഫ് ദ പസഫിക് ടെക്ടോണിക് പ്ലേറ്റ്. ഓക്കെ, ഈ ഒരു പസഫിക് ടെക്ടോണിക് പ്ലേറ്റിൽ മാസീവ് ഇറപ്ഷൻസ് നടക്കുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഡയറക്ഷൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് അതിലവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ മാസീവാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അല്ലേ? സോ എന്താ അതുകൊണ്ടുണ്ടാകുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി മൂവിങ് ടു ദ മേ ബി വി ക്യാൻ സേ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ? ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ഇറ്റ് ഈസ്. കാരണം നോർത്ത് എന്നിവിടെ കാണിച്ചിരിക്കുന്നത് മേ ബി വി ക്യാൻ കൺസിഡർ ദ നോർത്ത് ഹിയർ ആസ് ഓക്കെ. നമുക്ക് വെസ്റ്റേൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഇറ്റ്സ് ആക്ച്വലി ആൻ അസംഷൻ. വെസ്റ്റേൺ ഡയറക്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, യെസ്. സോ ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളവിടെ മേജർ ഐലൻഡ്സ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഇൻസെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ദ ഡയഗ്രാം. ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയും. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്താണ്? നിങ്ങൾ ടാസ്ക് റെസ്പോൺസ് പ്രോപ്പറായിട്ട് കൊടുത്തില്ല. ഓരോ പിക്ചറിലും അതിൻ്റേതായ റെലവൻസി ഉണ്ട്. നമുക്ക് മാപ്പും ഡയഗ്രാമും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ അത് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല, നമുക്ക് ഈ ഫ്ലോ ചാർട്ടൊക്കെ വരുമ്പോൾ അല്ലെ മാപ്പ് വരുമ്പോൾ ആ ചേഞ്ചസ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവറി ഡീറ്റെയിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ഫ്ലോ ചാർട്ട് ഓർ എ ഡയഗ്രാം ഓർ എ മാപ്പ്. പക്ഷേ എല്ലാ ടാസ്ക് വണ്ണിൻ്റെ എല്ലാ ചാർട്ടിലും നമ്മൾ എല്ലാ ഇൻഫർമേഷനും പറയേണ്ട ആവശ്യമില്ല. യു വിൽ സീ എ റെപ്പിറ്റേറ്റീവ് ട്രെൻഡ് കമ്മിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ദർ ഇസ് നോ നീഡ് ഫോർ യു ടു റൈറ്റ് ദ സെയിം ഐഡിയ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ അത് അവോയ്ഡ് ചെയ്യുക. നമുക്കിവിടെ എന്താ വേണ്ടത്? റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. വെൻ ഇറ്റ് കംസ് ടു മാപ്പ് ഡിസ്ക്രിപ്ഷൻ ഓർ ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓർ ഫ്ലോ ചാർട്ട് ഡിസ്ക്രിപ്ഷൻ, ദ ഡീറ്റെയിൽസ് ഹാസ് ടു ബി മെൻഷൻഡ്. സോ നമ്മളിവിടെ മേജർ ഐലൻഡ്സ് കാണുന്നു അല്ലേ? ഈ മേജർ ഐലൻഡ്സ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? അതായത് യു ക്യാൻ സീ 50 then 100
100 കിലോമീറ്റേഴ്സാണ്. അതായത് ഈ പസഫിക് പ്ലേറ്റിൽ തന്നെ ഓക്കെ ഇതിന് ചുറ്റിനും നിൽക്കുന്ന ഐലൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്, ആ ഓഷനിൽ തന്നെ നിൽക്കുന്ന ഐലൻഡ്സ്, മറ്റ് ഐലൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് 50 മുതൽ 100 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ഐലൻഡ്സ് ഏതൊക്കെയാണ്. ഈ ഹവായിയൻ ഐലൻഡിൻ്റെ കൂടെ തന്നെ അടുത്തായിട്ട് തന്നെ, അതായത് 50 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ ചുറ്റളവിൽ നിൽക്കുന്ന ഐലൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഹോ, കോവായ്, അങ്ങനെ കുറേ ഐലൻഡ് നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഹവായി ഉണ്ട്, മൗവി, അങ്ങനെ കുറേ ഐലൻഡ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതങ്ങനെ എടുത്തെഴുതി വെക്കുക, ദാറ്റ്സ് ഇറ്റ്. ഈ ഐലൻഡിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ ഇത്രയും കിലോമീറ്റേഴ്സ് 50 to 100 കിലോമീറ്റേഴ്സ് വരെ ഡിസ്റ്റൻസിൽ ഈ ഐലൻഡ്സും ഇവിടെ ഉണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദിസ് ഈസ് എ ഡയഗ്രാം ദ യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് എനി ഡിഫറൻസസ്. ഇവിടെ ഡിഫറൻസ് ആയിട്ട് പറയാനൊന്നുമില്ല. ഇവിടുത്തെ റെസ്പോൺസ് എന്താണ്? യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൈൻഡ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാസ് ഹാപ്പൻ ഡ്യൂ ടു ദിസ് ഇറപ്ഷൻ പ്രോസസ്സ്. സെവറൽ ഇറപ്ഷൻ പ്രോസസ്സ്, ഒന്നല്ല പല ഇറപ്ഷൻ പ്രോസസ്സ് കൊണ്ടുണ്ടായ പ്രോബ്ലമാണ് നമ്മളിവിടെ ഓവറോൾ ഓക്കെ നമ്മുടെ ഓവറോളായിട്ട് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് when you mention that, you must be able to write down all the details starting from top to bottom. So I hope it is clear. അപ്പം നമുക്കിനി എന്താണ്, അത് തന്നെയാണ് ഞാൻ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഓവറോൾ എഴുതിയാൽ എന്താണ് ഇതിൻ്റെ ഓവറോൾ എഴുതുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ദി ഓവറോൾ ആസ് ഐ മെൻഷൻ സെവറൽ ടൈംസ്, ഓവറോൾ is about the impact that has happened on this specific tectonic plate due to several eruption process, volcanic eruptions, not eruption process, due to several volcanic eruptions. Okay, so that is the overall. ഈ ഓവറോൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ ഓരോ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. അതായത് ആദ്യം സ്റ്റാർട്ട് നിങ്ങളോട് പറഞ്ഞല്ലേ, പസഫിക് ഓഷനിൽ എന്തൊക്കെയാണ് നിൽക്കുന്നത്, ഫ്രം ദെയർ ടു ബോട്ടം, അതുകൊണ്ട് ആ ക്രാക്ക് ഉണ്ടായി, ക്രാക്കിൽ നിന്ന് നമ്മൾ ഏറ്റവും ബോട്ടമിൽ നിന്ന് മേളിലോട്ട് പിന്നെയും ചെന്നു അല്ലേ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് തിങ് ദാറ്റ് യു വിൽ മെൻഷൻ ഇസ് അബൌട്ട് ദ മേജർ ഐലൻഡ്സ് ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് നിയർ ടു ദിസ് ഹവായ് ഐലൻഡ് and which is in the range of 50 to 100 kilometers. That's it. That is what you will need to mention in task 1, especially in this particular task. Okay, ഇനി എന്താണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്? സോ ടാസ്ക് 1 വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും നമ്മൾ പല ലൈവ് സെഷൻസിലും നമ്മളിതിൻ്റെ സ്ട്രക്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ അല്ലേ. ഇൻട്രൊഡക്ഷൻ നമ്മൾ പാരഫ്രൈസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പല കാൻഡിഡേറ്റ്സും റീസൺസ് എഴുതി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് അവോയ്ഡ് റൈറ്റിംഗ് റീസൺസ് ഇൻ ടാസ്ക് 1. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങളതിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക. റിപ്പോർട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ you are writing down the details what you see in the chart. ചാർട്ടിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ടായിട്ട് എഴുതുന്നത്. അല്ലാതെ അതെന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ നമുക്ക് റീസണിങ്ങിൻ്റെ ആവശ്യമേ ഇവിടെ ഇല്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ആഫ്റ്റർ പാരഫ്രൈസിങ്, സോ ദാറ്റ് ജസ്റ്റ് വൺ ലൈൻ ഇസ് ഇനഫ്. ആ പാരഫ്രൈസിങ് എന്ന് പറയുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ് റെപ്പറ്റീഷൻ ഇല്ലാതെ. Okay, so what I mean to say is that when I say that you need to paraphrase, it means that you should not bring the same word which is written in the question. Questionil കൊടുത്തിരിക്കുന്ന അതേ വേർഡ് ദയവായി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം if you can bring a synonym it is better. It's not that it is mandatory, but still ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് എഴുതാൻ നേരത്തെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ അതിനു വേണ്ടി നമ്മൾ ടൈം കളയുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ ഐ വുഡ് സേ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കൽ. അത് ശരിയല്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻട്രൊഡക്ഷനിൽ മാക്സിമം വേർഡ്സ് റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് റെപ്പറ്റീഷനാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ് റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് ആദ്യത്തെ സെൻറ്റൻസിൽ കണ്ടു, രണ്ടാമത്തെ സെൻറ്റൻസിൽ വന്നു,
മൂന്നാമത്തെ സെൻറ്റൻസ് സെയിം വേർഡ് വന്നു, അതല്ല, അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു പാരഗ്രാഫിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാക്സിമം കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സെയിം വേർഡ് തന്നെ എഴുതാം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇമീഡിയറ്റ്ലി സീൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി വായിക്കുന്ന സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ ഇല്ലേ, നമ്മൾ അതുപോലെ ആ വേർഡ് തന്നെ എടുത്തിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്. അതാണ് ഈ റെപ്പറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദെൻ ആഫ്റ്റർ റൈറ്റിംഗ് ദ ഇൻട്രൊഡക്ഷൻ, വെൻ യു finish writing the paraphrase, when you paraphrase the question, when you finish writing the introduction, you will write the overall. Overall എഴുതുന്നതിന് രണ്ട് രീതിയാണുള്ളത്. നമുക്ക് ഓവറോൾ either ഈ ഇൻട്രൊഡക്ഷൻ്റെ കൂടെ തന്നെ, ഇൻട്രൊഡക്ഷൻ തീരുമ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ കൂടെ തന്നെ ഇൻട്രോയും ഓവറോളും കൂടെ ഒരേ പാരഗ്രാഫായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ഫീസിബിൾ എന്ന്, കുറച്ചും കൂടെ ഏറ്റവും നല്ലതെങ്കിൽ, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓവറോൾ എഴുതുക എന്നുള്ളതാണ്. സെക്കൻഡ് പാരഗ്രാഫായിട്ടും എഴുതാം. സോ ബോത്ത് ആർ ആക്സെപ്റ്റബിൾ, നോ പ്രോബ്ലം ഇൻ ഇറ്റ്. യു ക്യാൻ റൈറ്റ് ദ ഓവറോൾ along with the introduction or after that as a separate paragraph. എന്താണേലും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ഓവറോൾ എഴുതേണ്ട സ്ഥലം. ഓവറോളിൻ്റെ പൊസിഷൻ is just after the introduction. Okay, now ഞാൻ ഓൾറെഡി പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ഇൻഫർമേഷൻ ഫ്ലോ ചാർട്ടിലെയും ഡയഗ്രാമിലെയും മോസ്റ്റ്ലി എല്ലാ ഇൻഫർമേഷനും ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് അഗെയിൻ മാൻഡേറ്ററി ഫോർ യു ടു റൈറ്റ് ഡൗൺ, അതർവൈസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് എ സെൻസ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാ ആൻസേഴ്സും, മോസ്റ്റ്ലി എല്ലാ ഡീറ്റെയിലും നമ്മൾ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. It should be clear overall, connecting the idea and then connecting the idea and responding to the idea properly is what the examiner checks in your writing. So അത് ക്ലിയർ ആണോ, ആ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ടാസ്ക് 1ൻ്റെ ഇവാലുവേഷൻ നടക്കുന്നത്. ആൻഡ് യു ഗെറ്റ് യുവർ സ്കോർസ് അക്കോർഡിംഗ്ലി. നിങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് എഴുതുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്കോർ കിട്ടും. ഇഫ് യു ആർ എയിമിങ് ഫോർ എ 7+ ബാൻഡ് സ്കോർ, അവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് സെൻറ്റൻസ് വെറൈറ്റീസ് വരുത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് സിമ്പിൾ, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. സോ നമുക്കൊരു 7+ ബാൻഡ് സ്കോർ നോക്കാനാണെങ്കിൽ you should more include complex sentences in your writing, and there should be, along with this diverse range of sentences, you should cover the idea properly. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റൈറ്റിങ്ങിന് സ്കോർ കിട്ടുന്നത്. സോ ദിസ് ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ഇൻ ടാസ്ക് 1 ആസ് വെൽ ആസ് ടാസ്ക് 2. ആൻഡ് ദെൻ ദ ലാസ്റ്റ് തിങ്, ദാറ്റ് ഇസ്, അതാണ് ലാസ്റ്റ് തിങ് നമ്മൾ എഴുതിയിരിക്കുന്നത്, കണക്റ്റിംഗ് ദ ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ്ലി ടു ഗിവ് എ ക്ലിയർ റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, ഓർ എൽസ് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ, അപ്കമിങ് സെഷൻസിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ദിസ് ഇസ് സ്വപ്ന സൈനിങ് ഓഫ്. ആൻഡ് ആസ് ഐ മെൻഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ feel free to ask, or else if you would like to come and join our offline classes, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടുണ്ട്, ബോത്ത് ഇൻ മാവേലിക്കര ആസ് വെൽ ആസ് തിരുവല്ല. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ പേഴ്സണൽ അറ്റൻഷൻ, നിങ്ങൾക്ക് ഇവിടെയും നമ്മുടെ ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. So that's all. Thank you so much for participating in today's live session, and hope to see you in the next coming videos. Thank you.